ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ പീഡിപ്പിച്ച പ്രതിയെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘം മധുരയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഇയാൾ അറസ്റ്റിലായിരുന്നു, ലോറി ഡ്രൈവറാണെന്ന് അറിയാം. കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ടോ പോലീസ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലോറി ഡ്രൈവറെയാണ് പിടികൂടിയിരിക്കുന്നത്. കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാളെ തിരഞ്ഞു പോലീസ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അന്വേഷണത്തിലായിരുന്നു. ഇതിനൊടുവിലാണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. മധുര സ്വദേശിയാണ് ഇയാൾ, ലോറി ഡ്രൈവറാണ്. പോലീസിന് കിട്ടിയ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. എന്നാൽ പ്രതിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നാളെ ഇത് സംബന്ധിച്ച വിശദാംശം പോലീസ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് കഴക്കൂട്ടത്തെ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി IT കമ്മിറ്റി ജീവനക്കാരിയായ യുവതിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. യുവതി അലറി കരഞ്ഞതോടെ ഇയാൾ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് യുവതി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഒടുവിൽ നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. ആദ്യ ദിവസങ്ങളിലെ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ചുള്ള ഒരു സൂചനകളും ലഭ്യമായിരുന്നില്ല. പിന്നീട് CCTV കേന്ദ്രീകരിച്ചും മറ്റും നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് മധുരയിൽ നിന്നും ഇന്ന് പോലീസ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ അല്പസമയം മുമ്പാണ് എത്തിച്ചത്. ആ ദൃശ്യങ്ങളാണ് ലഭ്യമാവുന്നത്. ഉച്ചയോടുകൂടിയാണ് ഇയാളെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ തുടർ നടപടികൾ നാളെ ഉണ്ടാവും. എന്തായാലും പോലീസ് ഔദ്യോഗികമായി തന്നെ ഈ പ്രതി, ഇയാളുടെ നീക്കങ്ങൾ, ഇയാളുടെ കേരളത്തിലെ ബന്ധങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും പ്രതിയെ മധുരയിൽ നിന്ന് പിടികൂടിയിരുന്നു, ഇപ്പോൾ കേരളത്തിലെത്തിച്ചു. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഇയാളുള്ളത്. IT ജീവനക്കാരിയെ രാത്രി ഹോസ്റ്റൽ മുറിയിലെത്തി പീഡിപ്പിച്ചു എന്നുള്ള കേസാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപാട് പ്രതിസന്ധികളുണ്ട് താനും. അതിൽ CCTV ഉൾപ്പെടെയുള്ള പരിമിതികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശാവഹമാണ്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി KPCC അധ്യക്ഷൻ. KPCC പുനഃസംഘടനയിൽ തഴയപ്പെട്ട ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കും വേണ്ടിയുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം അത് തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം. സഭയുടെ തീരുമാനമനുസരിച്ചല്ല കോൺഗ്രസിന്റെ പുനഃസംഘടന നടക്കുക എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. അതേസമയം ഓർത്തഡോക്സുകാരായി ചാപ്പ കുത്തുന്നത് തിരിച്ചടിക്കുമോ എന്ന ആശങ്ക ഈ രണ്ട് നേതാക്കൾക്കുമുണ്ട്. പാർട്ടിയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കത്തെ തുടക്കത്തിലെ തന്നെ തടയാനാണ് ചാണ്ടി ഉമ്മന്റെയും ശ്രമം. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒക്കെ മക്കള് തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹി? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്.